ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കോമൺ ടൈപ്പ് ഓഫ് ട്രാൻസിഷൻ ആണ് പറയുന്നത്. നമുക്കറിയാം ഒരു മോളിക്യൂൾസിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓർബിറ്റൽസ് ആണുള്ളത്. അതായത് സിഗ്മ, പൈ, എൻ എന്നുള്ള 3 ടൈപ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണുള്ളത്. അതിൻ്റെ സിഗ്മയുടെ ബോണ്ടിങ്ങും ഉണ്ടാവും, ആൻറ്റി ബോണ്ടിങ്ങും ഉണ്ടാവും. പൈയുടെയും അതേപോലെ ബോണ്ടിങ്ങും ആൻറ്റി ബോണ്ടിങ്ങും. എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ട്രാൻസിഷൻ നടന്നിട്ടാണ് നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മോളിക്യൂൾസിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് അതിൽ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയുടെ ബേസിലാണ്. അപ്പോൾ ഏറ്റവും ലോ എനർജിയുള്ള ഓർബിറ്റൽസിലായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോവസ്റ്റ് എനർജിയുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് നമ്മുടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയായിരിക്കും? നമ്മുടെ ഹോമോയിൽ നിന്നും ലൂമോയിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. അതായത് ഒരു മോളിക്കുലർ ഓർബിറ്റൽസിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഏത് ഓർബിറ്റലിലാണ്? അതാണ് ഹോമോ. അപ്പോൾ ഹോമോയിൽ നിന്ന്, അതായത് ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഓർബിറ്റൽ, അതിൽ നിന്നും നമ്മുടെ ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ, അതായത് ഇലക്ട്രോൺ ഇല്ലാത്ത, അതായത് ഏറ്റവും തൊട്ടുമ്പത്തെ ലെവലിൽ എന്തായിരിക്കും? ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ലൂമോ. അതായത് ഇലക്ട്രോൺസ് ഇല്ലാത്ത ഓർബിറ്റൽസിൽ ഏറ്റവും താഴത്തുള്ളതാണ് ലൂമോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്, ഹോമോ ലൂമോ ഒക്കെ അല്ലേ. അപ്പോൾ ഹോമോയിൽ നിന്നാണ് നമ്മുടെ ലൂമോയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഒരു റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ട്രാൻസിഷൻ നടക്കും. അങ്ങനെ ആ ട്രാൻസിഷൻ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ അത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹോമോയുടെയും ലൂമോയുടെയും നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്നാണ് പറയുക. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? ഹയസ്റ്റ് ഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽസിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്കുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽസിലേക്ക് നമ്മുടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നു. അതാണ് പറയുന്നത്. അപ്പോൾ ഈ ജനറൽ കേസിൽ, അതായത് ഓക്സിജനും ഫ്ലൂറിനും എക്സെപ്ഷനാണ്, അതല്ലാത്ത മോളിക്യൂൾസിൻ്റെ കേസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹോമോ അധികം നടക്കുന്നത് സിഗ്മ അല്ലെങ്കിൽ പൈ എന്നായിരിക്കും. അതായത് സിഗ്മയോ പൈൻ്റെയോ ബോണ്ടിങ് ഓർബിറ്റൽസ് എന്നായിരിക്കും ഹോമോ ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്നാണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സിഗ്മ അല്ലെങ്കിൽ പൈ, ഇതിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നത്? ലൂമോയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഹോമോ ആരാണ്? നമ്മുടെ ലോവസ്റ്റ് ഒക്കുപ്പൈഡ് ഓർബിറ്റൽസ് ആയിട്ടുള്ളത് സിഗ്മയും പൈയും ആണ്. അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ആവാം, എന്നോ ആവാം. അതേപോലെ ലൂമോ ആയിട്ട് നിൽക്കാറുള്ളത് ജനറൽ കേസുകളിൽ സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും ആണ്. അപ്പോൾ നമ്മളെ ഓക്സിജനും ഫ്ലൂറിലും എക്സെപ്ഷൻസ് ആണ്. ബാക്കിയുള്ള എല്ലാ മോളിക്യൂൾസിലും, അതായത് ഓർഗാനിക് മോളിക്യൂൾസ് ആണെങ്കിലും ഇനോർഗാനിക് മോളിക്യൂൾസ് ആണെങ്കിലും നമ്മുടെ ഹോമോ ആയിട്ട് നിൽക്കുന്നത് ബോണ്ടിങ് ആണ്. അതായത് ബോണ്ടിങ്ങും നോൺ ബോണ്ടിങ്ങും, അതായത് സിഗ്മ പൈ അതേപോലെ എൻ, ഇവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹോമോയിൽ നിൽക്കുന്നുള്ളൂ. ലൂമോയിലാണെങ്കിൽ നമ്മുടെ ആൻറ്റി ബോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറും ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയാണ്. അതിൽ നമ്മൾ പറഞ്ഞു അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ UV വിസിബിൾ റീജിയണിലുള്ള റേഡിയേഷനാണ്. അപ്പോൾ ആ റീജിയണിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത്. അതായത് ബോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ അല്ലെങ്കിൽ പൈ, അതിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? സിഗ്മ പൈ അതുപോലെ നോൺ ബോണ്ടിങ് ഉണ്ട്. അതിൽ നിന്ന് ഇലക്ട്രോൺസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ടുള്ള സിഗ്മ സ്റ്റാറിലേക്കും പൈ സ്റ്റാറിലേക്കും പോകുന്നു. അങ്ങനെ മെയിനായിട്ട് 6 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിഗ്മ ടു സിഗ്മ സ്റ്റാർ, പിന്നെ നെക്സ്റ്റ് ആണ് സിഗ്മ ടു പൈ സ്റ്റാർ, അതുപോലെ പൈ ടു സിഗ്മ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മളിവിടെ ഇൻക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിക്രീസിങ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഏതിൻ്റെ എനർജി ആ ഒരു ഇതുണ്ടാവില്ലേ? അതായത് സിഗ്മ ടു സിഗ്മ സ്റ്റാറിനാണ് കൂടുതൽ എനർജി ആവശ്യം, അതിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അപ്പോൾ ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജിയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് എക്സൈറ്റേഷനാണ്, ആ ഓർഡറിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ സിഗ്മ ടു സിഗ്മ സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ ആരോ മാർക്കിൽ, ഈ ആരോ ഇവിടുന്ന് ഈ സിഗ്മയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ സിഗ്മ സ്റ്റാറിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊക്കെ എന്താണ്? അതായത് ഇതൊക്കെ ഹോമോ ആണ്. ഈ സിഗ്മ ഹോമോ, ഇതിൽ ഈ സിഗ്മ ഹോമോ, ഇതിൽ ഈ പൈ ഹോമോ, ഇതിൽ എൻ ഹോമോ, ഇതിൽ പൈ ഹോമോ, ഇതിൽ എൻ ഹോമോ. അപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ ഹോമോ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? നമ്മുടെ ബോണ്ടിങ്ങും അതുപോലെ നോൺ ബോണ്ടിങ്ങും മാത്രമാണ്.
അതേപോലെ നമ്മൾ ലൂമോ ആയിട്ട് നിൽക്കുന്നത് ഫുള്ള് ആൻറ്റി ബോണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഹോമോയിൽ നിന്നും ലൂമോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബോണ്ടിങ് നോൺ ബോണ്ടിങ് ടു എങ്ങോട്ടാണ്? ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ്. അപ്പോൾ ഇവിടെ 6 കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനർജി ഓഫ് എക്സൈറ്റേഷൻ ഉള്ളത് സിഗ്മ ടു സിഗ്മ സ്റ്റാറിനാണ്. പിന്നെ നമ്മുടെ സിഗ്മ ടു പൈ സ്റ്റാർ, പിന്നെ സിഗ്മ ടു പൈ സ്റ്റാറാണ്. പിന്നെ നമ്മുടെ പൈ ടു സിഗ്മ സ്റ്റാർ. ഈ പൈ ടു സിഗ്മ സ്റ്റാറും സിഗ്മ ടു പൈ സ്റ്റാറും ഏകദേശം ഈക്വൽ എനർജിയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഒരുമിച്ച് ഒരേ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. എൻ ടു പൈ സ്റ്റാറിനൊക്കെ കുറച്ച് എനർജി മതി. അപ്പോൾ അതിൽ ആദ്യത്തെ 3 അതായത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ, സിഗ്മ ടു പൈ സ്റ്റാർ, പൈ ടു സിഗ്മ സ്റ്റാറിന് ഹയർ എനർജി ട്രാൻസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നടക്കുന്നത് എവിടെയായിരിക്കും? ഫാർ UV റീജിയനിലാണ്. അപ്പോൾ നമ്മുടെ വേവ് ലെങ്ത് എന്തായിരിക്കണം? ലാംഡ ലെസ് ദാൻ 200 നാനോമീറ്റർ ആയിരിക്കണം. അപ്പോൾ അതുപോലെ ലാസ്റ്റ് 3 പേര്, അതായത് ആരൊക്കെയാണ്? എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ. ഇത്രയും പേര്, ആ എൻ ടു പൈ സ്റ്റാർ, ഇത്രയും പേര് നടക്കുന്നത് എവിടെയാണ്? നിയർ UV വിസിബിൾ ആൻഡ് വിസിബിൾ റീജിയൻസിലാണ്. അതായത് 200 to 800 നാനോമീറ്റർ റേഞ്ചിലാണ് ആ അവസാനത്തെ 3 പേര് നിൽക്കുന്നത്. കാരണം അവർക്ക് എനർജി കുറവാണ്, ട്രാൻസിഷൻ എനർജി കുറവാണ്. അപ്പോൾ നമുക്ക് ലാംഡ നിൽക്കുന്നത് മെയിനായിട്ട് 200 to 800 നാനോമീറ്ററിൻ്റെ ആ റേഞ്ചിലുള്ള ഇത് മതി. അപ്പോൾ ഈ 3 പേരാണ് നമ്മുടെ മെയിനായിട്ട് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻ ടു സിഗ്മ സ്റ്റാർ, പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ റീജിയൻ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടന്നാൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ കിട്ടും. അതേപോലെ നമ്മുടെ കോമ്പൗണ്ട്സ്, അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോൺസ് മാത്രമുള്ള ഹൈഡ്രോ കാർബൺസ്, അതിൽ ലോൺ പെയേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കാണിക്കില്ല? നിയർ UV വിസിബിൾ റീജിയനിലുള്ള അബ്സോർപ്ഷൻസ് ഒന്നും കാണിക്കില്ല. അവരെന്തായിരിക്കും കാണിക്കുന്നത്? ഫാർ UV റീജിയനിലുള്ള റേഡിയേഷനാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് സിംഗിൾ ബോണ്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ്, അതുപോലെ ലോൺ പെയേഴ്സ് ഇല്ലാത്ത കോമ്പൗണ്ട്സ് നമുക്ക് എന്ത് കാണിക്കില്ല? നിയർ UV വിസിബിൾ റീജിയനിലുള്ള അബ്സോർപ്ഷൻ ആയിരിക്കില്ല ഉണ്ടാവുന്നത്, പകരം ഫാർ UV റീജിയനിലുള്ള അബ്സോർപ്ഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കോമ്പൗണ്ട്സ്, അതായത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ്, അതായത് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, അതേപോലെ തന്നെ ഹാലജൻ ആറ്റംസും, ഇവരെന്താണ്? നിയർ UV വിസിബിൾ റീജിയൻസിലായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അതായത് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ ഈ അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സ് ഉള്ള കോമ്പൗണ്ട്സൊക്കെ നമുക്ക് പൈ ടു പൈ സ്റ്റാറിലായിരിക്കും ട്രാൻസിഷൻ ഉണ്ടാവുന്നത്. അതേപോലെ ഇപ്പോൾ കോമ്പൗണ്ട്സിൽ തന്നെ നമ്മുടെ ഹെട്രോ ആറ്റംസ് ഉള്ള കേസ്, അതായത് ഓക്സിജൻ, നൈട്രജൻ, സൾഫറൊക്കെ നമുക്കറിയാം ഹെട്രോ ആറ്റമാണ് അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ എന്തുണ്ട്? പുറമെ നമ്മുടെ ഒരു പൈലക്ട്രോൺ സിസ്റ്റം കൂടെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? എൻ ടു പൈ സ്റ്റാർ കൂടെ കാണിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ഫാർ UV റീജിയനിലാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അതേപോലെ നമ്മുടെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉള്ള ഓക്സിജൻ, നൈട്രജൻ, സൾഫേഴ്സ് ആണെങ്കിൽ നിയർ UV വിസിബിൾ റീജിയൻസിലായിരിക്കും കാണിക്കുന്നത്. അതായത് എൻ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ നമ്മുടെ അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ പൈ ടു പൈ സ്റ്റാർ ഉണ്ടാവും. അതേപോലെ ഹെട്രോ ആറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് ഓക്സിജൻ, നൈട്രജൻ, സൾഫേഴ്സ് തന്നെയാണ്, അവർ ഏതും കൂടെ കാണിക്കും? നമ്മുടെ ആദ്യം പറഞ്ഞിട്ടുള്ള എൻ ടു സിഗ്മ സ്റ്റാറിന് പുറമെ നമ്മുടെ എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷനും കാണിക്കും. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഓരോ ഡിഫറെൻറ്റ് ടേംസ് ആണ്. നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിലെ ഡിഫറെൻറ്റ് ടേംസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റൻസ്, അബ്സോർബൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ക്രോമോഫോർസ് ആണ്. ക്രോമോഫോർ എന്ന് പറഞ്ഞൊരു ഐസൊലേറ്റഡ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അത് വേറൊരു ആറ്റം അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കോൺജുഗേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതിനെ നമ്മൾ എന്ത് പറയും? ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? ക്രോമോഫോർ എന്ന് പറയും. അതായത് നമുക്ക് ഒന്നുകൂടെ പറയാം, നമ്മുടെ ക്രോമോഫോർ അതായത് നമ്മുടെ ഒരു ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഫങ്ഷൻ ഗ്രൂപ്പാണ്. ഇത് വേറെ ആറ്റം അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പുമായിട്ടൊന്നും എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ല, കോൺജുഗേറ്റ് ചെയ്തിട്ടല്ല നിൽക്കുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രോമോഫോർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്? ഒരു UV വിസിബിൾ റീജിയനിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്ത് അവരെന്നെ എന്ത് ചെയ്യുന്നു? ട്രാൻസിഷനൊക്കെ കാണിക്കുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ക്രോമോഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ കാണിക്കുന്ന ആരൊക്കെയെന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഹെട്രോ ആറ്റംസും ഉള്ളത്. ഒന്നെങ്കിൽ ഏതാവാം, ഹെട്രോ ആറ്റം ഉള്ള മാത്രമാവാം, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സെൻറ്റേഴ്സും അല്ലെങ്കിൽ ഹെട്രോ ആറ്റംസും
രണ്ടും കൂടെ ഉള്ള ഏതെങ്കിലും ഗ്രൂപ്പോ ആവാം. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സി ഡബിൾ ബോണ്ട് സി, സി ട്രിപ്പിൾ ബോണ്ട് സി, സി ഡബിൾ ബോണ്ട് ഒ, COOH, NO2, N ഡബിൾ ബോണ്ട് N, അതായത് N2, പിന്നെ CN. ഇതൊക്കെ എന്താണ്, നമ്മുടെ ക്രോമോഫോഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. അതായത് ഇവരെന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്, നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും നമ്മുടെ UV വിസിബിൾ റീജിയനിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് ട്രാൻസിഷൻ നടക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രോമോഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, N2 സിഗ്മ സ്റ്റാർ, അതേപോലെ പൈ ടു പൈ സ്റ്റാർ അല്ലെങ്കിൽ N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടവരാണ്. നെക്സ്റ്റ് പറയാനുള്ള ഓക്സോക്രോമാണ്. അപ്പോൾ ഓക്സോക്രോം എന്ന് പറയുമ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് എന്ത് ചെയ്യില്ല, ഇങ്ങനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും അവർക്കില്ല. അപ്പോൾ അതായത് 200 നാനോമീറ്ററിനേക്കാളും കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പ്. പകരം എന്ത് ചെയ്യാണ്, അവർ വേറൊരു ഗ്രൂപ്പുമായിട്ട്, അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോമോഫോർ അല്ലേ. അപ്പോൾ ഇവരുടെ കൂടെ എന്ത് ചെയ്യാണ് നിൽക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മുടെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർപ്ഷൻ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഓക്സോക്രോം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ കൊടുത്തിട്ടുള്ള OH, NH2, OR, NH, NR2, SH, SR ഒക്കെ. അപ്പോൾ ഇവരെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു, ഇവർ ഒറ്റയ്ക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 200 നാനോമീറ്ററിനേക്കാളും കൂടുതൽ വേവ് ലെങ്ത്തിൽ ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രോമോഫോർ, അതായത് CC, ട്രിപ്പിൾ ബോണ്ട് C, CO അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ക്രോമോഫോർ, നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രോമോഫോർ, അവരുടെ കൂടെ നിന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്, ഇതിൻ്റെ വേവ് ലെങ്ത്തൊക്കെ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതേപോലെ ഇൻറ്റൻസിറ്റി, അബ്സോർപ്ഷൻ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ട് ഓക്സോക്രോം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഷിഫ്റ്റ് ഇൻ അബ്സോർപ്ഷൻ മാക്സിമം ആൻഡ് പീക്ക് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് ഇപ്പോൾ ഓക്സോക്രോം ആവുന്ന സമയത്ത് അതായത് അബ്സോർപ്ഷൻ നമ്മൾ വേവ് ലെങ്ത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതേപോലെ ഇൻറ്റൻസിറ്റിയിലെ അബ്സോർപ്ഷൻ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ഷിഫ്റ്റ് പറയാൻ പോകണം. അത് അബ്സോർപ്ഷൻ മാക്സിമത്തിലേക്ക് അല്ലെങ്കിൽ പീക്ക് ഇൻറ്റൻസിറ്റി അത് ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ലോ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം pH ചേഞ്ച്, അതേപോലെ സോൾവെൻ്റ് എഫക്റ്റ്, അല്ലെങ്കിൽ ചില ഗ്രൂപ്പ്സ് അതെന്ത് ചെയ്യാണ്, ക്രോമോഫോറിക് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അതിൽ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനത്തെ കേസുകളിലൊക്കെ എന്ത് ചെയ്യുന്നു, ആ അബ്സോർപ്ഷൻ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് 4 ടൈപ്പ് ഷിഫ്റ്റാണ് മെയിനായിട്ട് കാണിക്കാറുള്ളത്. അതായത് നമ്മൾ pH ചേഞ്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നമ്മുടെ ക്രോമോഫോറിക് ഗ്രൂപ്പിൻ്റെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പ് വരുമ്പോഴോ നമ്മുടെ എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി അതിൽ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് സംഭവിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്, റെഡ് ഷിഫ്റ്റ് എന്നും പറയും. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷിഫ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ മാക്സിമം ടു ലോങ്ങർ വേവ് ലെങ്ത്, അതായത് നമ്മുടെ ലാംഡ മാക്സ്, അതായത് അബ്സോർപ്ഷൻ മാക്സിമം വാല്യൂ എന്ത് ചെയ്യുന്നു, ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ദറ്റ് ഈസ് ദ വേവ് ലെങ്ത് അറ്റ് വിച്ച് മാക്സിമം അബ്സോർപ്ഷൻ ഒക്കുവർ. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ ഒക്കുക ചെയ്യുന്ന ഒരു 200 എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാണ്, നമ്മുടെ ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു, അത് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് 200 ഉള്ളത് 255 അല്ലെങ്കിൽ 265 ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് മാക്സിമം അബ്സോർപ്ഷൻ ഒക്കുക ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ കൂട്ടുന്നു. അതാണ് നമ്മൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ബെൻസീൻ്റെ പറഞ്ഞത് C6H5 ആണ്. അതിൻ്റെ ലാംഡ മാക്സ്, അതായത് മാക്സിമം അബ്സോർപ്ഷൻ ഒക്കുക ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 255 നാനോമീറ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ C6H6 ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ NH2 ഗ്രൂപ്പ് വന്നു, അതായത് അനിലിനായി മാറി. അപ്പോൾ അതിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ ഒക്കുക ചെയ്യുന്ന ഏതാണ്, 280 നാനോമീറ്ററിലാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, 255 നിന്നും ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അതായത് 255 to 280 നാനോമീറ്റർ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു NH2 ഗ്രൂപ്പാണ് നമ്മൾ ഓക്സോക്രോമിക് ഗ്രൂപ്പ്.
ഈ ഓക്സോക്രോമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, അതിന് ഒറ്റയ്ക്ക് ആയാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് വെറും NH2 മാത്രമാണെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, മാക്സിമം അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല. പകരം അത് ആൾറെഡി ഉള്ള ഏതെങ്കിലും ക്രോമോഫോറോ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ എന്തുള്ളൂ, അതങ്ങനെ ഷിഫ്റ്റ് സംഭവിക്കുന്നുള്ളൂ. നെക്സ്റ്റ് പറയാനുള്ളത് ഹിപ്സോക്രോമിക് ഷിഫ്റ്റാണ്. അതിൻ്റെ വേറെ പേരാണ് ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്സോർപ്ഷൻ മാക്സിമം ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണ് പോകുന്നത്, അതായത് കുറയാണ് ചെയ്യുന്നത് വേവ് ലെങ്ത്ത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബ്ലൂ ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിലെ അനിലിൻ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഇത് വന്നത് 280 നാനോമീറ്റർ ആണ് അതിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ അനിലിലേക്ക് ഒരു ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ അനിലിൻ എന്തായിട്ട് മാറും, അനിലിയം അയോൺ ആയിട്ട് മാറും, അതായത് C6H5NH3+. അപ്പോൾ അതിൻ്റെ മാക്സിമം അബ്സോർപ്ഷൻ ഒക്കെ ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 254 നാനോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 280യിൽ നിന്ന് ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള 254ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് ആണ്. അതായത് എ ഷിഫ്റ്റ് ഓഫ് ദ മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ, അതായത് നമ്മൾ എപ്സിലോൺ മാക്സ് എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടു എ ഹയർ വാല്യൂ. അതായത് നമ്മുടെ അബ്സോർപ്ഷൻ ബാൻഡ് ഇൻറ്റൻസിറ്റി കൂട്ടുക, ആ വാല്യൂയിലേക്കാണ് പോകുന്നത്. അതായത് ഹയർ വാല്യൂയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ്റ് വാല്യൂ എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്, ലോവർ വാല്യൂയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ അബ്സോർപ്ഷൻ ബാൻഡ് ഇൻറ്റൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇതാണ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് കൺവേർഷൻ ഓഫ് ബെൻസോയിക് ആസിഡ് ടു ബെൻസോയേറ്റ് അയൺ ഷിഫ്റ്റ് ഫ്രം 11,600 സെൻറ്റിമീറ്റർ per centimeter to a lower value 8,700 centimeter per. അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നമ്മൾ ആ വാല്യൂ നോക്കി അറിയാൻ പറ്റും, കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. അതേപോലെ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റിന് ഒരു എക്സാമ്പിൾ ഉണ്ട്, നമ്മുടെ ഫിനോൾ എന്ന് പറഞ്ഞാൽ C6H5OH ആണ്. അത് ഫിനോക്സൈഡ് അയോൺ ആയിട്ട് മാറുക, അതായത് C6H5O- ആയിട്ട് മാറുന്ന സമയത്ത് അതിൻ്റെ ഫിനോളിൻ്റെതായ സമയത്ത് അതിൻ്റെ മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 6,200 per centimeter ആയിരുന്നു. അതെന്ത് ചെയ്യാണ്, നമ്മുടെ ഫിനോക്സൈഡ് അയോൺ ആവുന്ന സമയത്ത് അത് ഹയർ വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു, അതായത് 9,200 per centimeter ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിലെന്താണ്, ഹൈപ്പർ ആയിരുന്നു. ഹൈപ്പോ എന്ന് പറയുമ്പോൾ അത് ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ഒരു എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ലാംഡ മാക്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേമാതിരി Y ആക്സിസ്, അതായത് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്, അതിനെ നമ്മൾ എപ്സിലോൺ മാക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ ലാംഡ മാക്സ് എന്ന് ഹയർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സൈഡിലേക്ക് പോകുമ്പോൾ റെഡ് ഷിഫ്റ്റ് ആവുന്നു. ഇനി ലാംഡ മാക്സിൻ്റെ വാല്യൂ കുറയുക, അത് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്ക് പോകുമ്പോൾ അതിനെയാണ് നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഹൈപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി എപ്സിലോൺ മാക്സ്, അതായത് മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ്റ് വാല്യൂ അത് ഹയർ വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ വാല്യൂ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. ഇനി നമ്മുടെ മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ്റ് വാല്യൂ ലോവർ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണെങ്കിൽ, അതായത് അബ്സോർപ്ഷൻ ബാൻഡ് ഇൻറ്റൻസിറ്റി കുറയുക, അതായത് മോളാർ അബ്സോർപ്ഷൻ കോഫിഷ്യൻ്റ് വാല്യൂ കുറയുക എന്ന് പറയുമ്പോൾ അതെങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അതായത് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളുടെ സിലബസിൽ റെഡ് ഷിഫ്റ്റും ബ്ലൂ ഷിഫ്റ്റേ ഉള്ളൂ. അതേപോലെ ഓക്സോക്രോം ഉണ്ട്, ക്രോമോഫോർ ഉണ്ട്. ഇത്രയും ടേംസുകളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ച് വെക്കുക. പിന്നെ ഇതുപോലെ എല്ലാ ടേംസും, അതായത് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റും ഒക്കെ നിങ്ങൾ പഠിക്കണം. കാരണം അത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും അതുപോലെ നമുക്ക് എല്ലാത്തിനും ഉപകാരമാണ്. നമ്മുടെ സിലബസിലുള്ള മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞ് വെക്കണം. ഓക്കെ.